നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ കസ്റ്റമേഴ്സിലേക്കും കൂടുതൽ വിൽപ്പനയിലേക്കും എത്തിക്കാൻ ഏറ്റവും ലളിതവും ശക്തവുമായ മാർഗമാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ ബിസിനസ്സിന്റെ എല്ലാ വിവരങ്ങളും ഒരൊറ്റ ലിങ്കിൽ ലഭ്യമാക്കുന്ന ഒരു ഡിജിറ്റൽ സൊല്യൂഷൻ. ഇവിടെ കോൺടാക്ട് നമ്പർ, വാട്സ്ആപ്പ് നമ്പർ, ഇമെയിൽ, വെബ്സൈറ്റ് എല്ലാം ഒരു ബട്ടൺ ക്ലിക്കിൽ തന്നെ കസ്റ്റമർക്ക് ആക്സസ് ചെയ്യാം. അതോടൊപ്പം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ലിങ്ക് പോലുള്ള നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ ലിങ്കുകളും ക്ലിക്കബിൾ ബട്ടണുകളായി നൽകാം. കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്റീരിയർ ഡിസൈനേഴ്സ്, ആർക്കിടെക്ടേഴ്സ്, ഫ്രീലാൻസേഴ്സ്, ഇവന്റ് പ്ലാനേഴ്സ് തുടങ്ങിയവർക്ക് അവരുടെ അച്ചീവ്മെന്റ്സ്, വർക്ക് ഫോട്ടോസ്, പ്രൊജക്ട് ഫോട്ടോസ് എന്നിവ ഗാലറിയിലൂടെ പ്രദർശിപ്പിക്കാനും കഴിയും. ഇപ്പോൾ പ്രൊഡക്റ്റ് ഗാലറിയുടെ ഭാഗം നോക്കാം. നിങ്ങൾക്ക് ഒരു ഷോപ്പ്, ബേക്കറി, ഗിഫ്റ്റ് ഷോപ്പ്, സ്മോൾ ടെക്സ്റ്റൈൽസ്, ഫാഷൻ സ്റ്റോർ അല്ലെങ്കിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ ചിത്രം, പേര്, വില എന്നിവ ചേർത്ത് മനോഹരമായി പ്രദർശിപ്പിക്കാം. പ്രൈസ് പ്ലസ് കാർട്ട് ഓപ്ഷൻസ്, ഡയറക്റ്റ് ബൈ ഫ്രം വാട്സ്ആപ്പ് ഫീച്ചറുകൾ ഉപയോഗിച്ച് കസ്റ്റമർക്ക് ഓർഡർ ചെയ്യാൻ അത്യന്തം എളുപ്പമാകും. വീഡിയോ സെക്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് വീഡിയോകൾ, കമ്പനി പ്രൊഫൈൽ വീഡിയോകൾ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകൾ നേരിട്ട് ചേർക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കുന്നവർക്ക് നിങ്ങളുടെ പ്രവർത്തനം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. പേയ്മെന്റ് സ്കാനർ സെക്ഷനിൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഏത് പേയ്മെന്റ് ആണെങ്കിലും QR കോഡായി പ്രദർശിപ്പിക്കാം. അതിലൂടെ കസ്റ്റമർക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ സൗകര്യം. അതിനുശേഷം നിങ്ങളുടെ കമ്പനി അഡ്രസ് ആൻഡ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടുത്താം. കസ്റ്റമർക്ക് നേരിട്ട് ഷോപ്പ്, ഓഫീസ് എത്താൻ സഹായിക്കും. അവസാനം ചാറ്റ് ബോർഡ്, വാട്സ്ആപ്പ് കണക്ട് സിസ്റ്റം. വെബ്സൈറ്റിൽ നിന്ന് വരുന്ന ചാറ്റ് നേരിട്ട് നിങ്ങളുടെ വാട്സ്ആപ്പിലേക്ക് അല്ലെങ്കിൽ പേഴ്സണൽ ചാറ്റ് ബോർഡിലേക്ക് എത്തും. എൻക്വയറി ഒന്നും നഷ്ടപ്പെടില്ല. ഈ ഒരു രീതിയിലുള്ള മിനി വെബ്സൈറ്റിന് ഒരു അഡ്മിൻ പാനൽ ഉണ്ടാകും. ആ അഡ്മിൻ പാനൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ മിനി വെബ്സൈറ്റിന്റെ അഡ്മിൻ പാനൽ. ഇവിടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്തതിനു ശേഷം, ക്യാപ്ച എൻ്റർ ചെയ്തതിനു ശേഷം ലോഗിൻ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തവണ യൂസർ നെയിമോ പാസ്വേഡോ തെറ്റായി അടിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ തവണ ഇത് ബ്ലോക്ക് ആവുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഒരു 3 to 4 hours വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് ഓപ്പൺ ആയി വരാൻ. അതുകൊണ്ട് യൂസർ നെയിമും പാസ്വേഡും അടിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. യൂസർ നെയിമും പാസ്വേഡും അടിച്ചതിന് ശേഷം, ക്യാപ്ചയും അടിച്ചതിന് ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് ലഭിക്കുക. ഇത് നമ്മുടെ ഡാഷ്ബോർഡാണ്. ഈ ഒരു ഡാഷ്ബോർഡിലാണ് നമുക്ക് ഇന്ന് എത്ര വിസിറ്റേഴ്സ് ഉണ്ടെന്നതും, ഈ ഒരു ആഴ്ച എത്ര വിസിറ്റേഴ്സ് വന്നെന്നും, ഈ ഒരു മാസം എത്ര വിസിറ്റേഴ്സും, ഈ ഒരു ഇയറിൽ എത്ര വിസിറ്റർ വന്നെന്നും കാണാൻ സാധിക്കുക. അതിനുശേഷം ഒരു ചെറിയ ഗ്രാഫ് കാണാം. അവിടെ നിങ്ങൾക്ക് ഓരോ ദിവസത്തിന്റെയും വിസിറ്റേഴ്സിന്റെ ഗ്രാഫ് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ബൈ നൗ ബട്ടൺ ഉപയോഗിച്ചിട്ട് എത്ര പർച്ചേസ് നടന്നിട്ടുണ്ട് എന്നതാണ്. കാർട്ട് ചെക്ക്ഔട്ടിൽ എത്ര പർച്ചേസ് നടന്നിട്ടുള്ളതാണ് പിന്നീട് കാണിക്കുന്നത്. ഈ ഒരു ബൈ നൗവിന്റെയും ഒരു കാർട്ട് ചെക്ക്ഔട്ടിന്റെയും സബ് ടോട്ടലാണ് ടോട്ടൽ സെയിൽസ് ക്ലിക്ക് വരുന്നത്. അതിനും നമുക്കൊരു ചാർട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡാഷ്ബോർഡിൽ വരുന്നത്. പിന്നീട് നമുക്ക് നമ്മുടെ അഡ്മിൻ പാനലിൽ തന്നെ പിന്നെ ജനറൽ എന്ന് പറയുന്നത് സെറ്റിംഗ്സ് ആണുള്ളത്. ജനറൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോഗോ ഇവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റാൻ സാധിക്കും. ബിസിനസ് നെയിം ഇവിടെ കൊടുക്കാൻ പറ്റും. നമ്മുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ടാഗ് ലൈനോ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അബൌട്ട് അസ് പേജിൽ എന്തൊക്കെയാണോ വേണ്ടുന്നത് അതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. പിന്നീട് നമ്മുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറും ഇവിടെ രേഖപ്പെടുത്താം. പിന്നീട് നമ്മുടെ ഇമെയിൽ ID, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ URL, പിന്നെ ഒരു ഫുൾ അഡ്രസ്, നമ്മുടെ കമ്പനിയുടെ അഡ്രസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്തിരിക്കുന്നത് ഗൂഗിൾ മാപ്പിന്റെ എംബഡഡ് ആയിട്ടുള്ള ഫയലാണ്. സ്വന്തമായിട്ട് ചാറ്റ് ബോട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോട്ടിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ചാറ്റ് ബോട്ടിലേക്ക് പോകുന്നതായിരിക്കും. പിന്നീട് നമുക്ക് ഇവിടെ സോഷ്യൽ മീഡിയ ലിങ്ക്സുകളൊക്കെ കൊടുക്കാം. നമുക്ക് അടുത്തതായി തീം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. അതിനായി നമ്മൾ ആദ്യം സെലക്ട് തീമിലേക്ക് പോവുക. അവിടെ നമുക്ക് 5 ടൈപ്പ് ഓഫ് തീംസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. നമ്മൾ അതിൽ നിയോൺ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് നമ്മുടെ സൈറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വേണമെന്ന് സെലക്ട് ചെയ്യാം. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ടിന്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് കളർ പാലറ്റുകളാണ്. ഈ കളർ പാലറ്റിലുള്ള ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഈ കസ്റ്റമൈസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു എറോ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് കളർ കോമ്പിനേഷൻ നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടതിനനുസരിച്ചിട്ടുള്ള കളർ കോമ്പിനേഷൻ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ചൂസും കളർ എന്ന് പറയുന്ന ഏരിയയിൽ ആ ഒരു സ്ക്വയർ ബോക്സിൽ വരുന്ന കളറായിരിക്കും നിങ്ങൾക്ക് സെലക്ഷൻ ആയിട്ട് വരിക. അപ്പൊ നമ്മളിത് സെറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ വെബ്സൈറ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വരിക. ഇനി നമുക്ക് വെബ്സൈറ്റിന്റെ ഫോണ്ട് കളറും സെലക്ട് ചെയ്യാവുന്നതാണ്.
അതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കസ്റ്റമൈസും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ സേവ് ഓൾ സെറ്റിംഗ്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തീമിൽ ആ ഒരു കളർ കോമ്പിനേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീട് നമുക്ക് പ്രൊഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ആഡ് ചെയ്ത പ്രൊഡക്ട്സ് ഇവിടെ ലഭ്യമാണ്. പിന്നീട് നമുക്ക് പുതുതായി വല്ലതും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂവിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രൊഡക്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് പ്രൈസ് ടൈപ്പ് ചെയ്ത് ഡിസ്ക്രിപ്ഷനും ടൈപ്പ് ചെയ്ത് നമുക്ക് പ്രൊഡക്റ്റിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ആഡ് പ്രൊഡക്റ്റ് കിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇതുപോലെ ഇവിടെ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റും ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യണമെന്നത് നമുക്ക് ഇതിനകത്ത് നിന്ന് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ എന്താണോ അറേഞ്ച് ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മുടെ മിനി വെബ്സൈറ്റിൽ ഈ ഒരു പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുക, ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ കാണിക്കുക. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ലക്ഷറി സ്റ്റുഡന്റ് ബാങ്ക് ടോപ്പിലേക്ക് വരുത്തുന്നുണ്ടെങ്കിൽ നമ്മളൊരു 6 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് അതിന് മുകളിലോട്ട് നീക്കാവുന്നതാണ്. അടുത്തായി നമ്മൾ ഗാലറിയിൽ എങ്ങനെ ഫോട്ടോസ് ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. നമ്മൾ ഇത് ഓൾറെഡി ആഡ് ചെയ്ത പിക്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അച്ചീവ്മെന്റ്സോ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചൂസ് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം അതിലൊരു ക്യാപ്ഷൻ കൊടുത്ത് അപ്ലോഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോസ് ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെ കാണുന്ന അറേഞ്ച്മെന്റ് അതേ രീതിയിലായിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റിലും ഫോട്ടോസ് ഒക്കെ അറേഞ്ച് ആയി വരിക. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച്മെന്റ് ചേഞ്ച് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫോട്ടോസും എവിടെ വേണം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ സെക്ഷനിൽ പോയിട്ട് എങ്ങനെ നമുക്ക് വീഡിയോ ലിങ്കുകളൊക്കെ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. നമ്മുടെ യൂട്യൂബ് വീഡിയോസിന്റെ ലിങ്കാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കൊരിക്കലും ഷോർട്സിന്റെ ലിങ്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ അതിനുശേഷം നമ്മൾ വീഡിയോയുടെ ലിങ്ക് ആഡ് ചെയ്തതിനു ശേഷം വീഡിയോ ടൈറ്റിൽ കൊടുത്ത് ആഡ് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്ക് വേണ്ടാത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് QR കോഡ് സെക്ഷനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ പേയ്മെന്റിന്റെ QR കോഡ് ഇവിടെ കൊടുക്കാവുന്നതാണ്. QR കോഡ് അതുപോലെ തന്നെ ചൂസ് ഫയലിൽ നിന്ന് അപ്ലോഡ് ചെയ്തതിനു ശേഷം പേടിഎമ്മിൻ്റെതാണെങ്കിൽ പേടിഎം എന്നോ ഗൂഗിൾ പേയുടെ ആണ് ഗൂഗിൾ പേ എന്നോ ലേബിൾ ചെയ്തതിനു ശേഷം ആഡ് QR കോഡ് കൊടുത്തിട്ട് നമുക്ക് അത് നമ്മുടെ വെബ്സൈറ്റിൽ കാണിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കിനി ഉപയോഗമില്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ലഭ്യമാണ്. ഫൈനലി നമുക്ക് വ്യൂ കാർഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലോഗ് ഔട്ട് ബട്ടൺ ആണ്. ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു അഡ്മിൻ പാനൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു അഡ്മിൻ പാനലിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.